4-ൽ 3 ഭൂരിപക്ഷവും കടന്ന് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൂത്തുവാരി NDA സഖ്യം. 243 സീറ്റിൽ 202 സീറ്റിലാണ് JDU, BJP, LJP സഖ്യം മുന്നിട്ട് നിൽക്കുന്നത്. മഹാസഖ്യത്തിൽ RJD മാത്രമാണ് രണ്ടക്കം കടന്നത്. ബീഹാറിൽ മോദി നിതീഷ് മാജിക്. മഹാസഖ്യത്തെ തകർത്തെറിഞ്ഞ് NDA നേടിയത് ചരിത്ര വിജയം. 243-ൽ 200-ലേറെ സീറ്റുകൾ പിടിച്ചെടുത്താണ് JDU, BJP സഖ്യം വിജയക്കൊടി പാറിച്ചത്. SIR വോട്ടുകൊള്ള മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ആരോഗ്യം തുടങ്ങി പ്രതിപക്ഷ പ്രചാരണങ്ങളെ മറികടന്നാണ് NDAയുടെ പ്രകടനം. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും പ്രധാനമന്ത്രിയുടെ റാലികളും NDAയുടെ വിജയത്തിന് മാറ്റുകൂട്ടി. 80-ലേറെ സീറ്റിൽ വിജയിച്ചാണ് JDUവിന്റെയും BJPയുടെയും കുതിപ്പ്. കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടിയോളം സീറ്റുകളിൽ JDU വിജയം. BJP കഴിഞ്ഞ തവണത്തേതിനേക്കാൾ സീറ്റുകൾ കൂട്ടി. ചിരാഗ് പാസ്വാന്റെ LJP NDA വിജയത്തിന്റെ തിളക്കം കൂട്ടി. കഴിഞ്ഞ തവണ ഒറ്റ സീറ്റിലൊതുങ്ങിയ LJPക്ക് 20-ലേറെ സീറ്റിൽ ജയം. രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ഒന്നിച്ചിറങ്ങിയിട്ടും മഹാസഖ്യത്തിന്റെ തോൽവിയുടെ ആഘാതം കുറയ്ക്കാൻ കഴിഞ്ഞില്ല. ഇത്തവണയും ദയനീയ പ്രകടനം. രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും കൈകോർത്ത് നടത്തിയ വോട്ടധികാർ യാത്ര തെരഞ്ഞെടുപ്പിൽ അനുകൂലമാകുമെന്ന മഹാസഖ്യത്തിന്റെ സ്വപ്നം തകർന്നടിഞ്ഞു. NDAക്ക് ഇരട്ടിയിലേറെ സീറ്റുകൾ കുറഞ്ഞു. 60 സീറ്റിൽ മത്സരിച്ചെങ്കിലും രണ്ടക്കം പോലും കടക്കാനാകാതെയാണ് കോൺഗ്രസിന്റെ പതനം. കഴിഞ്ഞ തവണ 5 സീറ്റ് നേടിയ അസദുദ്ദീൻ ഒവൈസിയുടെ AIMIMനും തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന്റെ ജൻ സുരാജ് പാർട്ടിക്കും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനായില്ല. ബീഹാറിൽ നിതീഷ് കുമാർ യുഗം തുടരും. സമീപകാലത്ത് ഏറ്റവും മികച്ച പ്രകടനം നടത്തിയാണ് നിതീഷ് കുമാർ സംസ്ഥാനത്ത് അധികാരം നിലനിർത്തുന്നത്. പട്നയിലെ JDU ആസ്ഥാനത്തിന് മുന്നിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.